ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്തപ്പോൾ ഇനി എന്തിനാണ് KC വേണുഗോപാൽ വരുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരും. അതിനൊരു പശ്ചാത്തലം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളാണ്. അതായത് വോട്ടെടുപ്പിന് ശേഷം മുതൽ തുടങ്ങിയതാണ് ഈ 3 പേരെയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. അത് എക്സിറ്റ് പോൾ വന്നതിന് ശേഷം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. ഈ 3 പേരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മുറുകുകയും ചെയ്തു. അവിടെയും ഉയരുന്നൊരു ചോദ്യം, ഈ മത്സരിക്കാത്ത KC വേണുഗോപാൽ എന്തിനാണ് മുഖ്യമന്ത്രിയാകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകുന്നത്? ആ ഒരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുനിൽ, സ്വാഭാവികമായിട്ടും ഒരാളുടെ മുന്നിൽ ഉയരുന്നൊരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ സമയം മുതൽ തുടങ്ങിയാണ് ഈ 3 പേരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ആദ്യം KC വേണുഗോപാൽ എന്നുള്ള ആ ചർച്ച വളരെ ദുർബലമായിരുന്നു, ജനങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ക്രമേണ പക്ഷേ ജനങ്ങൾ അതിനോട് സമരസപ്പെട്ടു വന്നു. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘനാൾ, ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം കാലം സാമാജികനായിരുന്നു, 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം KSU കൂടെ വളർന്നു വന്ന നേതാവാണ്. VD സതീശൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം ഇതേ പാരമ്പര്യം തന്നെയുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ ആളാണ്. പിന്നീട് ഭരണപരിചയമുണ്ട്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു VD സതീശനേക്കാൾ കൂടുതൽ സാമുദായിക സംഘടനകളുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. SNDPയുമായിട്ട് നല്ല അടുപ്പമുണ്ട്, NSSുമായി നല്ല അടുപ്പമുണ്ട്, ലീഗുമായി നല്ല അടുപ്പമുണ്ട്. ഇവരൊക്കെ ചേർത്ത് കോർത്തിണക്കി കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളാണ് രമേശ് ചെന്നിത്തല. മാത്രമല്ല ആഭ്യന്തരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് ചെന്നിത്തല. ഇവിടെയാണ് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം, ഇവർ രണ്ടുപേരും വിജയിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഈ KC വേണുഗോപാലിനെ എന്തിനാണ് കെട്ടിയിറക്കുന്നത് എന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ എന്താണ് ഉത്തരം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഹാരി ചോദിച്ചത്. അന്നേരം അത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് 2 പേരുള്ളപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച 2 പേരുള്ളപ്പോൾ എന്തുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ലാത്ത ഒരാൾ വരണം, ഒരാളുടെ പ്രസക്തി എന്ത് എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അന്നേരം അപ്രകാരം ഒരു ചോദ്യം ഉയരണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരാളുടെ ഒരു സാധ്യതാ ലിസ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് there should be some reason, അല്ലേ? അതിന് ചില കാരണങ്ങളാണ്. ഇപ്പം നമ്മൾ രണ്ടും മിടുമിടുക്കന്മാരാണ്, നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന ഇടിച്ചിടിച്ച് നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അന്നേരം നമ്മൾ തമ്മിലൊരു അപ്രകാരമുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അന്നേരം നമ്മളിൽ ആരെങ്കിലും ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു ഒരു സാഹചര്യമാണ് എന്നുള്ളതെങ്കിൽ 2 പേരും യോഗ്യരാണ് എങ്കിൽ പല ഫാക്ടേഴ്സും എല്ലാം വിശകലനം ചെയ്ത് അതിൽ ഒരാളെ തിരഞ്ഞെടുക്കും. അന്നേരം നമ്മൾ രണ്ടും ആ പറയുന്ന പദവിയിലേക്ക് കൺസിഡർ ചെയ്യുവാൻ നമ്മളിൽ എന്തോ ചില പോരായ്മകളുണ്ട്, ചില കുറവ് അത് വിജയിച്ചിട്ടുണ്ടാവാം, പല മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടാവാം, പാരമ്പര്യം കാണാം. ഇതിനെല്ലാം ഉപരി ആ പോസ്റ്റിന് വേണ്ടുന്ന ചില ക്വാളിറ്റികൾ, അല്ലെങ്കിൽ അതിന് ചില ഘടകങ്ങൾ നമ്മളിൽ ലാക്ക് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഷുഡ് ബി ഒരാൾക്കുള്ള മറ്റൊരാൾക്കുള്ളൊരു എൻട്രിക്കുള്ളൊരു അവസരം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്രകാരം ഒരു മൂന്നാമത് ഒരാളുടെ ഒരു അവസരം, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മത്സരരംഗത്തില്ലാത്ത ആളുകൾ, ഞാൻ ആ തോലും ഇല്ല എന്ന് പറയുമ്പോൾ KC വരണം, അല്ലെ KCയെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടക്കുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒന്ന്, ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഹരി വളരെ കൃത്യമായി അവരുടെ ഒരു പോർട്ട്ഫോളിയോ പറഞ്ഞു, അവരുടെ പാരമ്പര്യം പറഞ്ഞു. 2 പേരെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും പിന്നെ അതെ, ഇപ്പൊ സംഘടനാ തലത്തിലാണെങ്കിൽ സംഘടനാ ചുമതലയിലൂടെ പടിപടി കയറി വന്ന ആ ആസ്പെക്ട് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ KSU തൊട്ട് പടവ് കയറി വന്നു. അദ്ദേഹത്തിന്റെ 24-25 വയസ്സിൽ തന്നെ MLA ആയി. അങ്ങനെ ഓരോ പദവികളും ചവിട്ടിക്കയറി ഒരു ആഭ്യന്തര മന്ത്രി വരെ ആയി. അതെ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദം ബിറ്റ്വീൻ ലിപ്പ് ആൻഡ് കപ്പ് എന്ന് പറഞ്ഞ പോലെ പോയ ഒരാളുമാണ്. അന്നേരം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇദ്ദേഹം ഈ പറഞ്ഞ സാമുദായിക മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതൊക്കെ ശരി. അതുപോലെ തന്നെ VD സതീശനെ സംബന്ധിച്ചോളം VD സതീശനും ഇത്രയും പാരമ്പര്യം പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടെന്ന് ഈ ശ്രദ്ധേയനായത് എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമാണ്. സതീശൻ കഴിഞ്ഞ 25 കൊല്ലമായി ഇദ്ദേഹം സൈഡിൽ കൂടെ പോകുന്നതൊന്നും ആരും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അന്നേരം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കും ഒരു വിജയകരമായ ഒരു ഷാഡോ ചീഫ് മിനിസ്റ്ററാണ് പ്രതിപക്ഷ നേതാവ്. അന്നേരം അപ്രകാരം ഒരു വിഷനുള്ള
ഒരു കാര്യപ്രാപ്തിയുള്ള ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അനുഭവവേദ്യമായിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ എന്നാൽ ഈ രണ്ടു പേർക്ക് ഈ പറയുന്ന മെറിറ്റുകളും ചില ഡീമെറിറ്റ്സും ഉണ്ടെങ്കിൽ ഒരു മൂന്നാമതൊരാൾ എന്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ ചില ബാക്ക് ഹിസ്റ്ററിയും കൂടെ മനസ്സിലാക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സതീശൻ പറയുന്നത് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ്, എൻ്റെ ടെന്നൂറിലാണ് ഇപ്രകാരം ഒരു വിജയം ഉണ്ടായത്, അതുകൊണ്ട് ഞാനാണ് അതിന് അവകാശി. വനവാസത്തിന്റെ അതെ, അന്നേരം അദ്ദേഹം അങ്ങനെ അപ്രകാരം അല്ല, വനവാസത്തിന് അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും അത് ഇത് അവസാനം ഇങ്ങനെ ഔട്ട്കം വന്നു എന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണ്. അതെ, ഇപ്പം ഓരോരുത്തർക്കും അത്തരത്തിലുള്ള പല കമന്റ്, അത് ശരിയാവാം തെറ്റാവാം. അന്നേരം ഇപ്രകാരം ഒരു ക്ലെയിം ഇദ്ദേഹം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ബാക്ക് ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. ഈ 10 കൊല്ലം ഭരണമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, ആ ഭരണമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരണത്തിലുണ്ട്, ആവശ്യത്തിന് ഫണ്ടുണ്ട്. മറുസൈഡിൽ നിൽക്കുന്ന BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവർക്കും ഫണ്ടിന് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ഫണ്ടില്ലാതെ ഒരു കളിയും നടക്കത്തില്ല. അന്നേരം അപ്രകാരം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം, രമേശ് ചെന്നിത്തലയും പഴയ ദേശീയ നേതാവാണ്, അദ്ദേഹത്തിനും വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അദ്ദേഹം നല്ലൊരു ഫണ്ട് മാനേജറാണ്, ഫണ്ട് മൊബിലൈസറാണ്, ദേശീയ തലത്തിൽ തന്നെ ഒരു ഫണ്ട് മൊബിലൈസിങ്ങിന് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഇപ്രകാരം ഒരു ഈ സിറ്റുവേഷനിൽ ഒരു ഫണ്ട് മൊബിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനാവശ്യമായ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ട് കാരണം നമുക്ക് അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് അറിയത്തില്ല. എങ്കിലും നമ്മുടെ ഒരു നിരീക്ഷണം വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രമേശ് ചെന്നിത്തല ആ ഒരു ചുമതല എങ്ങനെ നമുക്ക് വിജയിച്ച് കയറിയേ പറ്റത്തുള്ളൂ. അന്നേരം അതുകൊണ്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന തരത്തിൽ അദ്ദേഹം അപ്രകാരം ഒരു കാര്യം ചെയ്തു. ഇതിനകത്ത് ഏറ്റവും സുപ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യത്തിനുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ള. അന്നേരം അപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KC വേണുഗോപാലാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ ചില സ്ട്രാറ്റജികൾ, അതായത് KC വേണുഗോപാൽ എടുത്ത ആ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതായത് ഈ കണ്ണൂരിൽ നിന്നും ആ ഇടതുപക്ഷ മുതിർന്ന നേതാക്കന്മാരെ ചാടിച്ചതും KG സുധാകരൻ അടക്കമുള്ളവരെ അടർത്തിയെടുത്തു കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തു. അതായത് അവരുടെ മുറയിൽ, അതായത് യഥാർത്ഥത്തിൽ ഈ വിജയത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ഫാക്ടറായത് ഇടതുപക്ഷ ഹരി സൂചിപ്പിച്ചതുപോലെ CPM-കാരുടെ വോട്ടുകൂടെ കിട്ടിയാണ് ഇവർ ഭരണത്തിൽ വന്നിരിക്കുന്നത്. അന്നേരം ആ CPM-ന്റെ കോട്ട, അവരുടെ മനോവീര്യം തകർത്ത ആ വളരെ ടാക്റ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയത് പലരും എതിർത്തു. ഇവരൊക്കെ കെട്ടിയിറക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ KC-യെ കെട്ടിയിറക്കണമെന്ന് ചോദിച്ച പോലെ തന്നെ ഞങ്ങളൊക്കെ ഇത്രയും നേതാക്കന്മാരുള്ളപ്പോൾ എന്തിന് സുധാകരനെ ഈ അവസാന നിമിഷം കൊണ്ട് കെട്ടിയിറക്കണം? അതുപോലെ തന്നെ കണ്ണൂരിലുള്ള കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഒക്കെ നമുക്ക് നൂലെ കെട്ടിയിറക്കേണ്ടതിൻ്റെ ആവശ്യം, അവർ സത്തെടുത്ത കൊത്തുകളല്ലേ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കണ്ണൂർ കണ്ടോ, ധർമ്മടത്ത് പോലും അതിൻ്റെ അലയടി ഉണ്ടായി. പിണറായി വിജയൻ്റെ പോലും ചങ്കിടിച്ചു, കോട്ടകൾ തകർന്നു. അന്നേരം ഇത് ടാക്ടിക്കലി KC-യുടെ ഒരു വിജയമായിരുന്നു. അവർക്ക് KC-യെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ചെയ്തതുപോലുള്ള ആ സ്കെയിലിൽ ലാർജ് സ്കെയിൽ PR മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടുള്ള വാഴ്ത്തിപ്പാടലുകളും ഒക്കെ ഇതൊക്കെ KC-യാണ് ചെയ്തത് എന്ന് വാഴ്ത്തിപ്പാടുകയായിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു ചോദ്യം KC-യെ കെട്ടിയിറക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദ്യം വരത്തില്ലായിരുന്നു. അന്നേരം ഇതിൻ്റെ പിന്നിലും KC-യാണ്. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ഈ സ്ഥാനാർത്ഥി നിർണയ മാസ്റ്റർ പ്ലാൻ, അതെ, സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയത്. അന്നേരം 92 സീറ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ സൂചിപ്പിച്ച ചില പോരായ്മകൾ, അന്നേരം അത് ആരുടെയൊക്കെ കാൻഡിഡേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്രകാരമുള്ള ആ തരത്തിൽ ഓരോരുത്തരുടെയും വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് ആയിരുന്നു ഇവിടെ വരുന്നതെങ്കിൽ ഈ കഴക്കൂട്ടത്തൊക്കെ സംഭവിച്ചതുപോലെ താമര വിരിയുന്ന അവസരം ഇവിടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ 92 സീറ്റുകൾ UDF-ന് കിട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും മികച്ച വിജയം നേടിയതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം. അതാരാണ് നടത്തിയത്? കൃത്യമായിട്ടും KC ആയിരുന്നു നടത്തിയത്, അന്തിമ പട്ടിക. അതുപോലെ തന്നെ MP-മാരെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നിരുന്നെങ്കിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന MP-മാർ, അതായത് ഷാഫി പറമ്പിൽ ധർമ്മടത്ത് മത്സരിക്കുക, ശശി തരൂര് നേമത്ത് മത്സരിക്കുക,
KC വേണുഗോപാൽ ഏതെങ്കിലും ഒരു സൂപ്പർ KC ആയാലും തോറ്റു പോകത്തുള്ളൂ ഇത്രയും ഒരു പിണറായി വിരുദ്ധ തരംഗം നിൽക്കുമ്പോൾ. അന്നേരം നമ്മൾ UDF തരംഗം എന്ന് പറയുന്നില്ല, പിണറായി വിരുദ്ധ തരംഗം ഇത്രയും നിൽക്കുമ്പോൾ KC വേണുഗോപാൽ, അതുപോലെ തന്നെ UDF കൺവീനറായിട്ടുള്ള നമ്മുടെ അടൂർ പ്രകാശ്. അന്നേരം അടൂർ പ്രകാശ് അദ്ദേഹത്തിന് അവിടെ കണ്ടപ്പോൾ പോയി, ജനീഷ് ജയിച്ചു, ആ സീറ്റ് കിട്ടത്തില്ലായിരുന്നു. അവിടെ അടൂർ പ്രകാശ് നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ അന്നേരം അത് വളരെ എന്ന് പറഞ്ഞാൽ അതൊരു കടുംപിടുത്തം. VD സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ, ഈ മുഖ്യമന്ത്രി കസേര മോഹിയായ ഒരു മനുഷ്യന്റെ കടുംപിടുത്തം കൊണ്ട് മാത്രമാണ് ഈ MP മാർ ഇവിടെ വന്ന് മത്സരിക്കാതിരുന്ന സാഹചര്യം. അപ്രകാരം ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇത്രയും പേര് വിജയിച്ചിരുന്നുവെങ്കിൽ അത് ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെഞ്ചുറി തികച്ചേനേയും. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP ഈ ട്രെൻഡ് ഇവിടെ നിൽക്കുമ്പോൾ, കാരണം ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകേണ്ടുന്ന കാലഘട്ടമൊന്നും ആയില്ല. ഇപ്രകാരം ഒരു മിന്നും വിജയം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ അവസരം കിട്ടാത്ത മറ്റു നേതാക്കന്മാർക്ക് അവസരം കിട്ടും, അവരും വിജയിച്ചു പോയേനെ. പക്ഷേ ഈ MK രാഘവൻ അടക്കം ഈ പറയുന്നത് പോലെ അദ്ദേഹം പരസ്യമായി പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതുപോലെ MP മാർ മത്സരിക്കരുത് എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനമേ ആയിരുന്നില്ല, ഹൈക്കമാൻഡ് അങ്ങനെ എടുത്തിരുന്നില്ല. മറിച്ച് VD സതീശൻ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, അല്ലേ? കേരളത്തെ മുഴുവൻ ഈ കോൺഗ്രസ്സുകാരെ മുഴുവൻ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുക പറഞ്ഞതാരും നമ്മളറിയല്ലോ. MK രാഘവൻ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ വിട്ടുപോയ ഒരാളാണ് MK രാഘവൻ. അന്നേരം MK രാഘവനെ പോലുള്ള ഒരാള്, അതുപോലെ കോഴിക്കോടുള്ള ഏതെങ്കിലും പ്ലേസ് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് 85,000 എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു 1,00,000 മേളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള നേതാവാണ്. അന്നേരം അതും ടാക്ടിക്കലി ചിലപ്പോൾ ഇപ്പോൾ ഈ തരംഗം കൊണ്ട്, അതായത് പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഫാക്ടർ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരെല്ലാം കയറിപ്പോയി. അല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ 8 നിലയിൽ പാളിപ്പോയിനി. അന്നേരം ആ ടാക്ടിക്കലി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ VD സതീശൻ്റെ ആ കടുംപിടുത്തം എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള വിജയം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അത് ഇതിലും മികവുറ്റതാക്കാമായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ പല കള്ളങ്ങളും അദ്ദേഹം സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം, അല്ലേ? അന്നേരം അതാ പറഞ്ഞത്. അന്നേരം KCക്ക് ഒരു പ്രസക്തി, നമ്മുടെ ആ ചോദ്യം അതായിരുന്നു. ആ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ KCയെ എന്തിന് കെട്ടിയിറക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ KCയെ കെട്ടിയിറക്കപ്പെട്ടതല്ല, KC ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം യഥാർത്ഥത്തിൽ ഒരു നല്ല നേതാവ്, ഒരു നേതാവിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പറയാം, പാലിൽ പഞ്ചാര കലക്കിയാൽ എങ്ങനെ ഇരിക്കണം, അതുപോലെ അലിഞ്ഞ് ഈ മറ്റേ പിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണല്ലോ. പാലിൽ പഞ്ചാര കലക്കിയ പോലെ ഇതിനകത്ത് ജെല്ലായി പഞ്ചാര ഏത് പാലേത് എന്ന് കുടിക്കുന്നവന് മാത്രമേ അതിൻ്റെ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞ ദിവസം 68 ദിവസം കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു. ദേശീയ നേതാക്കന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് പല മണ്ഡലങ്ങളിലും, പത്മജ മത്സരിച്ച തൃശ്ശൂരിലടക്കം പല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയും കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അത്തരത്തിലുള്ള ഈ പിന്നണിയിൽ നിന്ന് പടം നയിച്ച ആള് KC വേണുഗോപാലാണ്. പക്ഷേ പത്മജയെ അടക്കം പെടുത്തിക്കളഞ്ഞു. പത്മജയൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞു. അവിടെ ആ തൃശ്ശൂരില് സുരേഷ് ഗോപിയെ കാത്ത മണ്ണ് പത്മജയെ അതിനൊക്കെ തകർത്തെറിഞ്ഞതിന്റെ ഈ പറയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ, അതിന്റെ എല്ലാം തല എന്ന് പറയുന്നത് സംശയം വേണ്ട, അത് KC തന്നെ. പക്ഷേ വിദഗ്ധമായിട്ട് എങ്ങനെയാണ് സുനിൽ ഇത് വരുന്നത്? ഈ VD സതീശന്റെ ഈ ഒരു PR വർക്ക് ഇതിനെ മറികടന്ന് വന്നു എന്ന് വേണം നമുക്ക് അന്നേരം മനസ്സിലായി. ചില ഘട്ടങ്ങളിൽ ആലോചിക്കാം. അതെ, അത്രമാത്രം അതെ. അന്നേരം അപകടകരമായ സാധനം വെച്ചാൽ ഒന്ന് PR വർക്ക് കൊണ്ട് മാത്രം ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? അന്നേരം അത് വളരെ അപകടകരമായ ഒരു കാര്യം. അത് പിണറായി വിജയനെ പറ്റിയ പോലെ പറ്റും. ഖജനാവിലെ പണം എടുത്ത് എത്ര ആയിരം കോടി സ്പെൻഡ് ചെയ്തു. KSRTC ബസ്സുകളിൽ ഹോർഡിങ്ങുകൾ, എല്ലാ ടെലിവിഷനുകളിലും വിഷ്വൽ ആഡ്, പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം, ഇങ്ങനെയൊക്കെ PR-ിലൂടെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? അതൊരു ആവശ്യമാണ് ഇന്നത് ഒരു പക്ഷേ അതിനൊക്കെ ഒരു സ്കെയിലുണ്ട്, പരിധിയുണ്ട്. അന്നേരം നിലവിലത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ ഒത്തൊരുമിപ്പിച്ച് പോകാൻ, മുസ്ലിം ലീഗ് ഒന്നും KCയോട് എനിമിറ്റിയോ ശത്രുതയോ ഒന്നുമില്ല, കൂടുതൽ വിധേയത്വം അദ്ദേഹം കാണിക്കാൻ പോകത്തില്ല. അദ്ദേഹം KC എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല എന്ന് അവർ ഒരിക്കലും പറയത്തില്ല. അന്നേരം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മുന്നണി സഖ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ മാത്സിലാണ്, ഗണിതശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. LLB, അദ്ദേഹം ഒരു നിയമ ലോ അക്കാദമിയിൽ നിന്ന് പഠിച്ച് അദ്ദേഹത്തിന് ഒരു ലോ ബിരുദം, അഡീഷണൽ ബിരുദമുണ്ട്. അപ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ
നല്ല സമ്പന്നനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആയ കാലത്ത് നല്ലൊരു സ്പോർട്സ്മാൻ, ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ ടീം ക്യാപ്റ്റൻ വരെയായ ഒരു നല്ലൊരു സ്പോർട്സ്മാനാണ്. അത് ഒരു ആഡഡ് എന്താ ഫിസിക്കും ഹെൽത്തും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഇപ്പം ഈ ഒരു രോഗശൈലിയുള്ള എഴുന്നേറ്റ് നടക്കാൻ പോയി എൻ്റെ കാല് പൊങ്ങത്തില്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഉണ്ടാക്കുക, മൊബൈൽ കക്കൂസ് ഫിറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒന്നും ഗതികേട് ഇനി നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആരോഗ്യമുള്ളൊരു നേതാവ് നമ്മുടെ ഒരു മിനിമം ആരോഗ്യം, വിദ്യാഭ്യാസമായി. പിന്നീട് അതുപോലെ സംഘടനാ ചുമതലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതേ സംബന്ധിച്ചിടത്തോളം 1987 KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി. അതിനുശേഷം അദ്ദേഹം MLA, പയ്യന്നൂരുകാരനാണെങ്കിലും അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച് അദ്ദേഹം MLA ആയി, പലതവണ MLA ആയി. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്ത് അദ്ദേഹം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ദേവസ്വം ബോർഡ്, ടൂറിസം അടങ്ങുന്ന വകുപ്പ് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് തന്നെ രാജ്യസഭ, അദ്ദേഹം പിന്നെ MP ആയി. ഒരു വട്ടം ഇദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറി നിന്നപ്പോൾ രാജസ്ഥാനിൽ 2019 അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക്, അതിനു മുൻപ് 2 തവണ 2009 2011 2014 ശരിയാണെങ്കിൽ ആദ്യം അദ്ദേഹം പിന്നെ ഊർജം, രണ്ടാമത് വ്യോമയാനം. നല്ല പോർട്ട്ഫോളിയോകൾ. 2 കേന്ദ്ര സഹമന്ത്രി എന്ന പദവി വഹിച്ചിട്ടുണ്ട്. പിന്നെ സംഘടനയുടെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. ദേശീയ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി, AICC നേതാവായി അദ്ദേഹം ഇത്രയും വർഷം, ഒരു പതിറ്റാണ്ടിലേറെ ഉള്ള സേവന പാരമ്പര്യമുണ്ട്. ഒരു കാര്യം കൂടി പിന്നെ എനിക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് സുല്ലേ, ഭാഷാപരമായ പരിചയം. അല്ലേ? അതെ, അതൊരു വലിയ ഘടകം. അതെ, അത് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നന്നായിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റിക്ക് ചെയ്യുവാൻ സാധിക്കും. ആ ഒരു ദേശീയ തലത്തിലുള്ള ആ ഒരു എക്സ്പോഷർ, അന്നേരം ഇതുപോലുള്ള ഒരു എക്സ്പോഷറുള്ള, നമ്മൾ സംസാരിക്കുന്നത് ഇദ്ദേഹമാണോ ഏറ്റവും ഐഡിയൽ എന്നുള്ള രീതി അല്ല. ഈ 3 ഓപ്ഷനിൽ എന്തുകൊണ്ട് KC എന്നുള്ള തമ്മിൽ ഭേദം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഏറ്റവും യോഗ്യനും നിലവിലെ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 3 ഓപ്ഷൻസിൽ KC കെട്ടിയിറക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അപ്രകാരം വേണം ഇതിനെ എംബ്രിയോ സ്റ്റേജിൽ തന്നെ അബോട്ട് ചെയ്യാൻ പറ്റും. നോ, അപ്രകാരം ഒരു സ്കോപ്പേ ഇല്ല, ചർച്ചയുടെ ആവശ്യമില്ല എന്ന് വേണേൽ അതിനെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ അതിനെ ദേശീയ നേതൃത്വവും അതിനെ അംഗീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകത്തില്ലല്ലോ. ഈ MP-മാരുടെ കാര്യം പറഞ്ഞ പോലെ നോ, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കേണ്ട. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അവസരത്തിൽ വരുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന 2 പേരും നല്ല നേതാക്കന്മാരാണ്, വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ഹൈക്കമാൻഡ് നോ പറഞ്ഞില്ല. അതെ, പറഞ്ഞിട്ടില്ല. അന്നേരം KCക്ക് ഒരു അവസരം വരിക എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇപ്രകാരം ഒരു പദവി വഹിക്കുവാൻ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ചില സ്ഥാപനങ്ങളിൽ 45 കൊല്ലമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നല്ല പ്രായമുള്ള സീനിയർ മോസ്റ്റ് എംപ്ലോയീസ് കാണും. അവർ 100% ആ സ്ഥാപനത്തോട് ലോയലായിരിക്കും, കഠിനാധ്വാനിയായിരിക്കും, എല്ലാമായിരിക്കും. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അതിൻ്റെ പകുതി വന്നപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ വിദ്യാഭ്യാസം കാണും, അവർ കുറച്ചുകൂടെ ആ സീനിയറേക്കാളും കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും ക്രിയാശേഷിയും ഉള്ളവരായിരിക്കും. പക്ഷേ ആ സ്ഥാപനത്തിൽ ഒരു CEO പോസ്റ്റ് വരുമ്പോൾ ഞാൻ ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ്, ഞാൻ ഏറ്റവും പ്രായമുള്ളവനാണ്, ഞാൻ ഈ കൂടുതൽ, അതുകൊണ്ട് എന്നെ CEO ആക്കണമെന്നൊരു ക്ലെയിമിന് പ്രസക്തിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, ഞാനാണ് ആവശ്യം വന്നപ്പോൾ പട്ടിപ്പണി എടുത്തത്, ഓടി നടന്ന് എല്ലാവരും ഞാനാണ് എടുത്തത്, അതുകൊണ്ട് എന്നെ CEO ആക്കണമെന്ന് അതിനും ചോദിച്ചില്ല. CEO എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി അതിൻ്റെ എല്ലാ ഈ പറയുന്ന ചില ഫാക്ടേഴ്സ് അല്ലാതെ നോക്കിക്കാണുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ പ്രകാരം നോക്കുമ്പോഴത്തേക്കും ഇവരിൽ ചില പോരായ്മകളുണ്ട്. അതിനെ കവറപ്പ് ചെയ്യുവാൻ KCക്ക് പറ്റും, KCക്ക് നിലവിലെ സാഹചര്യത്തിൽ പറ്റൂ എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനമാവാം നേതൃപാഠം ഈ 2 പേരെക്കാൾ കൂടുതലുണ്ട്. അന്നേരം ഇവർ 2 പോലും KC വേണ്ടെന്ന് KCൻ്റെ മുഖത്തിലോ അല്ല ഇതുപോലൊരു ഫോറത്തിലോ പറയുവാൻ സാധ്യതയില്ല. അവർക്കും അറിയാവുന്നതായ ഒരു വസ്തുതയാണ്. പിന്നെയും കിട്ടിയാൽ ഒത്താൽ ഊട്ടിയല്ലേ ചട്ടി എന്ന് പറഞ്ഞ പോലെ ഒന്ന് പിടിച്ചു നോക്കുക എന്ന ലെവലിലുള്ളൊരു പിടുത്തമായിരിക്കാം.
അതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒക്കെ ഇത് സർവ്വസാധാരണമാണ്. പക്ഷേ അതെ, അന്നേരം കേസിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഭരണ മികവിന്റെ കാര്യത്തിലാണെങ്കിലും ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ ഏത് സാമുദായിക മത സംഘടനകളോടാണെങ്കിലും അവരോടൊന്നും വളരെ ഒരു അയിത്തം കൽപ്പിക്കുകയോ കടന്നാക്രമിക്കുകയോ അവരെ പിന്നെ അതുപോലെ ഏത് വ്യക്തികളോടാണെന്നുണ്ടെങ്കിലും അവരെ ഈ കൊന്നുകൊല വിളിക്കുന്ന തരത്തിലുള്ള വിജയനെ പോലുള്ള ധാർഷ്ട്യമോ നമ്മുടെ വി ഡി സതീശനെ പോലെയുള്ള താൻപോരിമയൊന്നും കാണിക്കേണ്ട സമയത്ത് അത് കാണിക്കുന്നുണ്ട്. കാണിക്കേണ്ട സമയത്ത് വടി എടുക്കേണ്ടടുത്ത് വടി എടുക്കാനുള്ള ഉണ്ട്, ചേർത്ത് പിടിക്കാനും അത് ഒഴിവാക്കേണ്ടവനെ ഒഴിവാക്കാനുമുള്ള ആ ഒരു കർമ്മകൗശലത ഒരു അതിനുണ്ട്. അന്നേരം ഈ 3 പേരിൽ എന്തുകൊണ്ടും നിലവിൽ അതുകൊണ്ടാവാം KC എന്നൊരു പേര് ഉയർന്നു വരുവാനും KC എന്ന ഒരു വരും. പിന്നെ എന്തുകൊണ്ട് ഇത് വലിയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നില്ല എന്നൊരു കാര്യം കൂടെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഈ പറയുന്ന പോലെ PR എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അതിപ്രസരം, എന്തിനും ഏതിനും മാധ്യമങ്ങളുടെ പോലും വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള ഓരോ പക്ഷത്തിനും വേണ്ടി ഈ ക്യാമ്പയിൻ ചെയ്യുക, സംസാരിപ്പിക്കുക, ഇൻ്റർവ്യൂകൾ നടത്തുക, ചർച്ച നടത്തുക. ഇപ്പോൾ ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ KCയെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്ത അല്ലേ മറ്റേ കപ്പപ്പുഴുക്ക് കഴിക്കുക ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധിതരാകുക. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ 3 പേരുണ്ടെങ്കിൽ ഇപ്പം ഹാരി ഓടുകയാണ്. ഹാരി ഈ പണി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ മോശമാകുമോ എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴത്തേക്കും ഞാനും നിർബന്ധിതനാകുകയാണ് അത് ചെയ്യുവാൻ. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഒരു തെറ്റായ പ്രവണതകളാണ്. അതിന് തുടക്കം കുറിച്ചു. അന്നേരം അപ്രകാരം ഒരു PR-ൽ മാത്രം ഇപ്പം ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇവാലുവേഷന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നൊരു ഇവാലുവേറ്റ് ചെയ്യേണ്ട ആളല്ല. കഴിഞ്ഞ 25 കൊല്ലമായി ഇവിടെ ഉണ്ട്. ആ 25 കൊല്ലത്തെ ഇദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളെ നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹം പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയാനില്ല. എന്നും ഇദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഇതൊരു 1 man ഷോക്കാരനാണ്. 2016 നമ്മൾ കണ്ടു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനകത്ത് അദ്ദേഹം ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അന്നേരം ഇദ്ദേഹത്തിന് അറിയാം ഒരു ടീമിൻ്റെ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. അന്നേരം ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം ഈ ടീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ടീം എന്ന് പറയുകയും വെളിയിൽ ഇറങ്ങിയിട്ട് ആ ടീമിലുള്ള പ്രധാനികൾക്കെതിരെ പാരപഴക്കുക എന്ന് പറയുന്നത് ഒരു ടീം മെമ്പറുടെ അല്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യ PR-കൾ ചെയ്യുക, ക്യാമ്പയിൻ ചെയ്യുക, മാധ്യമങ്ങളെ വിലക്കെടുത്തുള്ള പരിപാടികൾ ചെയ്യുക. പിന്നെ ഈ അവസാന നിമിഷം കണ്ടില്ലേ ഈ ദേശവിരുദ്ധ ഫണ്ട് കളക്ഷൻ, അതെ, അന്നേരം അതിലൂടെ എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്നെ കൺസിഡർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശക്തമായ പ്രത്യാഘാതങ്ങൾ. ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു പാർട്ടി ഒരു പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടും, എല്ലാം ഞാൻ BJP പോവും, അതിൻ്റെ പ്രാഥമിക ചർച്ച ചെയ്തു വെച്ചു എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്ത് അന്നേരം ബേസിക്കലി അവർ ആരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ VD സതീശൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു തവണയെങ്കിലും മന്ത്രിയായിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി, അതായത് രമേശ് ചെന്നിത്തലയാണെങ്കിലും പറഞ്ഞു ഒരു ആഭ്യന്തരമന്ത്രി, ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് എന്നുള്ള രീതിയിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹമാണെങ്കിലും ക്യാബിനറ്റ് മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്. ഇത്രയും എക്സ്പീരിയൻസും എക്സ്പോർട്ട് ഉണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയായിട്ട് ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അന്നേരം പൂക്കന്നപ്പൻ മജിസ്ട്രേറ്റ് ആകുക എന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊരു ഭാഷയുണ്ട്. പ്രതിപക്ഷ ക്യാബിനറ്റ് പദവി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തില്ല. അന്നേരം അപ്രകാരം ഒരു പോർട്ട്ഫോളിയോ ഒരു 5 വർഷം കൈകാര്യം ചെയ്ത് ഉള്ള ഒരു എക്സ്പോഷർ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പോലും അതൊക്കെ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്ത് അതെ നല്ല പദവി തീർച്ചയായിട്ടും അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള വലിയൊരു നല്ലൊരു പദവി അദ്ദേഹത്തിന് അവർ കൊടുക്കുമായിരിക്കാം. അത് പ്രൂവ് ചെയ്യട്ടെ. സതീശന് എന്താ പറഞ്ഞ പ്രായാധിക്യമായിട്ടില്ല, ഇനിയും അവസരമുണ്ട്. ഒരു യുദ്ധത്തിനുള്ള ഒരു ബാല്യം ഇനിയും അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് ഇതുപോലുള്ള നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഇപ്പോൾ MLA ഇപ്പോൾ KCയെ സംബന്ധിച്ചിടത്തോളം തമാശ അതല്ല. KCയെ കെട്ടിയിറക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും?
കെ സിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് വിജയിച്ചു വന്ന MLA-മാരിൽ 52 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവരെന്തുകൊണ്ട് കെ സി വരണമെന്ന് ആഗ്രഹിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്നാരി മതി എന്ന് പറയുവാണെങ്കിൽ പ്രശ്നം അവിടെ തീർന്നല്ലോ. എനിക്ക് തോന്നുന്നു മുഹമ്മദ് ഷിയാസും ഷാനിമോൾ ഉസ്മാനും നൌഷാദ് അലി പോലുള്ള ഈ രണ്ടോ മൂന്നോ പിന്തുണയ്ക്കുന്നുണ്ട്. ആ രണ്ടോ മൂന്നോ പേര് ആദ്യത്തെ യുദ്ധത്തിന് അതെ, അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പെട്ടിയെടുപ്പുകാരനായ സതീഷ് അയാൾ അങ്ങനെ പറയും, ഒരു കഥയില്ലാത്ത. പക്ഷേ അയാൾക്കൊക്കെ എങ്ങനെ സീറ്റ് കിട്ടി എന്ന് പറയുന്നത്, ആ സീറ്റ് കൊടുത്തത് തന്നെ എനിക്കൊന്ന് KCD ഒക്കെ ഔദാര്യമായിരിക്കാം, അപ്രകാരം ഒരു സീറ്റ് തന്നെ കൊടുത്തത്. ആ തരംഗത്തിൽ അയാളൊക്കെ കയറിപ്പോയി. അന്നേരം വിജയിച്ചു വന്ന MLA-മാർ ആഗ്രഹിക്കുന്നു തങ്ങളുടെ ഒരു നായകനായിട്ട് KC വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം, പിന്നെ മറ്റൊന്നിനും അവിടെ പ്രസക്തിയില്ല. കാരണം അവരല്ലേ അവർ ക്യാബിനറ്റ് ഫോം ചെയ്യുന്നത്, അവരല്ലേ തീരുമാനിക്കേണ്ടത്. അന്നേരം അവർക്ക് അദ്ദേഹം സ്വീകാര്യനാണ്. അതുപോലെ MP-മാരുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ MP-മാർക്ക് ആർക്കും KC ആകണ്ട എന്നുള്ള താല്പര്യം കാണത്തില്ല. അതുപോലെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള AK ആന്റണിയോടാണെങ്കിലും K സുധാകരനാണെങ്കിലും അതുപോലെ മുതിർന്ന നേതാക്കന്മാരോട് ആരോട് ചോദിച്ചാൽ പോലും അവരുടെ എല്ലാ ആഗ്രഹം, ഈവൻ രമേശ് ചെന്നിത്തലയോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചാൽ പോലും രമേശ് ചെന്നിത്തല പോലും KC എന്തിനാ കുഴപ്പമൊന്നും ചോദിച്ചിട്ട് പിന്നെ എന്തോ ചോദിച്ചെന്ന് അദ്ദേഹം ചോദിക്കത്തുള്ളൂ. എന്നാൽ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇവരാരും എതിർക്കത്തില്ല. ഇതിനകത്ത് ആ അപസ്വരം വരുന്ന എന്ന് പറഞ്ഞാൽ അത് ഈ VD സതീശൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇയാൾ ചില്ലറ ദോഷമല്ല ഉണ്ടാക്കുന്നത്. കയ്യിലിരിക്കുന്ന ഈ കള്ളപ്പണം, പരിധിയില്ലാത്ത ഈ പണമാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പണം ഉപയോഗിച്ച് ഇതുപോലെ ഓരോ സംവിധാനത്തെ വിലക്കെടുത്ത് ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന റിപ്പിൾസാണ് നമ്മൾ ഈ കാണുന്ന തരംഗങ്ങളെല്ലാം. അതിനൊന്നും കുമ്പള പോലെയുള്ളൂ, ആയുസില്ല. ഇപ്പോൾ ചിലർ പറയുന്നു VS-ന് ഒതുക്കിയതുപോലെ. VS എവിടെ നിൽക്കുന്നു, VD സതീശൻ എവിടെ നിൽക്കുന്നു? അന്നേരം അതിനകത്ത് ഇവിടെ ഒതുക്കലിൻ്റെയോ ഒന്നുമില്ല. ഇദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം അവർ കൊടുക്കുമായിരിക്കാം. അത് അങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, VD സതീശന് വേണ്ടി അപ്രകാരം ഒരു പദവി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ വിപ്ലവമോ പ്രക്ഷോഭമോ അണികളുടെ ഇടയിൽ മറ്റേ അന്തചിത്രമോ ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ഒരു സൈലന്റ് ഒരു ശബ്ദം ഉണ്ടാകും. എവിടെ നിന്നറിയോ? എറണാകുളത്ത് ഷിയാസിന്റെ. അതിൽ ഷിയാസ് ചിലപ്പോൾ കരയുവോ ചങ്കത്തടിക്കോ എന്നാലും വിളിക്കുകയോ ചെയ്യാം. ഷിയാസിനപ്പുറത്തേക്ക് ഒരു ശബ്ദം പോലും VDക്ക് വേണ്ടി ഉയരത്തില്ല, പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു പ്രായോഗിക പ്രശ്നം കൂടെ ഉയരാനുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ് സുനിൽ. പിന്നെ KC വന്നു കഴിഞ്ഞാൽ KC 6 മാസത്തിനകം ജനവിധി തേടി മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ട് അല്ലേ? അതിനുള്ള സാധ്യത എങ്ങനെയാണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും 140 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അന്നേരം ഇനിയും പ്രകാരം ഒരു മാറ്റം വരാമെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം വിജയിച്ചാൽ മതി. നിലവിലെ സാഹചര്യത്തിൽ ഹാരിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയി എന്ന് വെക്കുക, ആ മുഖ്യമന്ത്രിയാകുന്ന ഒരാൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫെർട്ടൈൽ ലാൻഡ്, അവർക്ക് വേരിറക്കുവാൻ പറ്റുന്ന, വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ണെന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്കൊരു ബോധമുണ്ടാകുമല്ലോ. KCയെ കൈവിടാത്ത ഒരു മണ്ണ് കണ്ണൂരിലോ ആലപ്പുഴയിലോ കാണുമല്ലോ. അന്നേരം തീർച്ചയായിട്ടും അവർക്ക് അപ്രകാരം ഒരു പ്ലേസിൽ വരുമ്പോൾ ഒരു സാധാരണ കാൻഡിഡേറ്റ് അല്ല അവിടെ മത്സരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയുടേതായ സകല ക്ലൗട്ടും സകല പവറും അവിടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാൻ പറ്റും. ഈ സാഹചര്യമല്ല. ഈ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം ജയിക്കുമായിരുന്നു നിന്നാൽ. ഇനി അപ്രകാരം ഒരു പദവിയും കൂടെ വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് നമ്മളുടെ MLA അല്ലെ നമ്മുടെ ആള് മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോഴത്തേക്കും യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് വളക്കൂറുള്ള മണ്ണ്. അദ്ദേഹം പൊട്ടിമുളച്ച ആള്, ഇവർ പറഞ്ഞ പോലെ ഈ കെട്ടിയിറക്കുന്നത് ഇപ്പോൾ ഇറക്കുന്നല്ലോ, അദ്ദേഹം ഇറക്കുന്ന മണ്ണിൽ അദ്ദേഹത്തിന് വിജയിക്കുവാനുള്ള മണ്ണ് ആ കേരളത്തിലുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ അത് അവരുടേതായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ അന്നേരം ഇപ്പോഴേ അവിടെ അടുത്ത മഴക്കാലത്ത് പമ്പയാറ്റിൽ വെള്ളം പൊങ്ങുമെന്നോർത്ത് ഇവിടെ നമ്മൾ ഒന്ന് ആശങ്കപ്പെട്ട് മുണ്ടൊക്കെ തീർത്ത് കയറ്റി നിൽക്കുന്ന പോലത്തെ ഒരു അതുപോലെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഒരു ചിന്താധാരയുമാണ് അത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതെ അതെ. അല്ല ഹാരി ആ ചോദിച്ച ചോദ്യമാണ് ഇവരുടെ ഹാൻഡിലിങ്ങിൽ നിന്നും തൊടുത്തുവിടുന്നത്. ആ ഇതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഉയർത്തുന്ന ചോദ്യം അതാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും അതങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മണ്ഡലത്തെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാനാർത്ഥി, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉയരാൻ കഴിയും. അത്തരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുക്കില്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യം എന്ന നിലയിൽ ആണ് അത്തരമൊരു ചോദ്യം സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ KC തന്നെ
മുഖ്യമന്ത്രിയാകും എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് 3 മണിക്ക് കൂടിയിട്ടുണ്ട്. ഇവിടേക്ക് കേരളത്തിലേക്ക് വരേണ്ട പ്രതിനിധികളെ തീരുമാനിക്കാനാണ് ഇന്നത്തെ ഹൈക്കമാൻഡ് ചേരുന്നത്. നാളെയോടുകൂടി അവരെത്തും. നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുവരെയുള്ള ഒരു വെച്ചിട്ട് സുനിലിൻ്റെ ഒരു കാൽക്കുലേഷനിൽ നാളെ ഒരു പ്രഖ്യാപനം KCക്ക് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിന്റെ സംഘടനാ സ്വഭാവവും അവരുടെ പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പോലും എത്രത്തോളം പ്രസവവേദന അനുഭവിച്ച് എന്താ പറയുന്നത് സിസേറിയൻ ചെയ്യേണ്ടുന്ന സമയവും കഴിഞ്ഞ് അവസാനം കുഞ്ഞ് ഡെത്താകുമെന്ന് പറഞ്ഞ അവസരത്തിൽ വലിച്ചൂരി എടുക്കുന്ന പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ലിസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടു. അന്നേരം ഇനിയും അതിനേക്കാളും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇവർ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് എന്നൊക്കെ പറയുന്നു പറഞ്ഞാൽ പോലും ഈ പറയുന്ന ഓരോ തുരുത്തുകളെ ഒതുക്കി ഇപ്രകാരമാകുന്ന ഒരു ഒറ്റപ്പേരിലേക്ക് ഈ വിജയിച്ച MLA-മാരും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും ഒരു കൺസെൻസിലെത്തി ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനെ മിണ്ടാതെ അംഗീകരിക്കുകയും പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടുത്തെ. പ്രഖ്യാപിക്കാൻ ഇവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്നാരെന്ന് വേണേൽ പ്രഖ്യാപിക്കാം, അതിന് വിതിൻ നോ ടൈം പ്രഖ്യാപിക്കാം. അന്നേരം ഇപ്രകാരം ഇത് അവർക്ക് ഒരു കൺസെൻസ് ഇവരുടെ ഇടയ്ക്ക് ഒരു പേര് വരണം. അതിനെ ഇവർ റെക്കമെൻഡ് ചെയ്ത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം, അവരത് പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനം വരുമ്പോൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കും മറ്റേ ഇപ്പം ആരും ഫ്ലെക്സ് ബോർഡ് വെക്കരുത്, അവസരങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും 10 ബോർഡ് വെക്കുകയും മൂകാംബികയിൽ സഹകരണപ്രദേശത്ത് പോവുകയും ചെയ്ത് പോടാവില്ല എന്ന് പറഞ്ഞ് പോകുന്ന അവസരം വന്ന ഹൈക്കമാൻഡും എല്ലാ കമാൻഡും പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അന്നേരം അതുകൊണ്ട് മാനം പോകാതെ നോക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നാളെ വരുന്ന സംഘം വ്യക്തിപരമായി MLA-മാരെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ കീഴ്വഴക്കം. അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് ആ വരുന്നവർ 1-to-1 ഇൻട്രാക്ഷൻ ഈ വിജയിച്ച MLA-മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ മനസ്സറിയുന്നു, അവരത് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം മുതിർന്ന നേതാക്കന്മാരുമായിട്ടും അവരുടെ ഒരു വേർഷനൂടെ കേൾക്കും. എങ്കിലും ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഈ ജയിച്ചു വന്ന MLA-മാർ, ഏറ്റവും പരമപ്രധാനം അടിവരയിട്ട് പറയുന്നത് ആ ജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായം എന്താണ്, അവരുടെ ഉള്ളിൽ ആരാണ്, അതിനായിരിക്കും ഏറ്റവും പരമപ്രാധാന്യം. 2, പിന്നെ ഈ പറഞ്ഞ പോലെ മുതിർന്ന നേതാക്കന്മാർ അന്നേരം അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഈ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ചും മറ്റുള്ള ഘടകങ്ങളും അനുസരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു വേർപെട്ടേക്ക് ചെയ്യും. ഇത് നമ്മുടെ വിജയിച്ചൊന്നവരുടെ ഒരു അഭിപ്രായം ഇതാണ്, അങ്ങയുടെ അല്ലെ എങ്ങനെയുണ്ട് ആരാവണം, അന്നേരം അവരുടെ അഭിപ്രായം പറയും. കെ സുധാകരനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം അവർ തീർച്ചയായിട്ടും മാനിക്കും. അന്നേരം കെ സുധാകരനെ പോലുള്ളവരുടെ അഭിപ്രായം ഇതുപോലുള്ള ഓരോ മുതിർന്ന നേതാക്കന്മാരുടെയും വയ്ക്കും. എങ്കിൽ പോലും വിജയിച്ചു വന്ന MLA-മാരുടെ ആ പേരിന് മുൻതൂക്കം കൊടുത്ത് ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേട്ട് അവർ ഒരു സിംഗിൾ പ്രമേയം പാസ്സാക്കും. ഇല്ലെങ്കിൽ വീണ്ടും അവസരം ഉണ്ടാകും ഇവിടെ. അന്നേരം ഈ പറയുന്ന ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്ന് ഒരു ഒറ്റവരി പ്രമേയം പാസ്സാക്കുന്നു. ഞങ്ങളുടെ അധ്യക്ഷനായി, ഞങ്ങളുടെ നേതാവായി, പാർലമെൻ്ററി കാര്യ നേതാവായി ഇന്നാരെ തിരഞ്ഞെടുക്കുന്നു. ഇത് പ്രഖ്യാപിക്കുവാൻ, ഇതിൻ്റെ പ്രഖ്യാപനത്തിനായി ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ എഴുതി ആൻറ്റിസിപ്പേറ്ററി എന്താ പറഞ്ഞ അവർ തന്നെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഒരു അവസരത്തിന് പ്രസക്തിയില്ല. വളരെ ബുദ്ധിപൂർവമായൊരു കളിയാണ് അത്. ഇവരെ കൊണ്ട് തന്നെ ഒരാളുടെ പേര് തീരുമാനിപ്പിച്ച് പ്രഖ്യാപിക്കുക എന്നൊരു ചുമതല മാത്രം ഹൈക്കമാൻഡിനെ ഏൽപ്പിക്കുമ്പോൾ ഹൈക്കമാൻഡ് വളരെ സേഫായി. ഹൈക്കമാൻഡിന് നിങ്ങൾ തിരഞ്ഞെടുത്തവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന, ഞങ്ങൾ വന്ന ആരും തിരഞ്ഞെടുത്തില്ല എന്ന് അവർ വളരെ സേഫാവും. അന്നേരം അപ്രകാരം അവർ പ്രഖ്യാപിക്കുമ്പോൾ ഇവരെ എഴുതി കൊടുത്ത് പ്രമേയം പാസ്സാക്കിയ സാധനത്തിന് ഇവർക്ക് കൗണ്ടർ ചെയ്യാൻ മിണ്ടാൻ പറ്റത്തില്ല. പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ഉണ്ടായിരിക്കണം. അന്നേരം നിലവിലെ സാഹചര്യത്തിൽ അതിനെയൊക്കെ പൊളിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെയൊക്കെ ഒരു സമയമെടുത്ത് ഈ കാര്യങ്ങൾ അവർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം വ്യക്തമാകും. ഇതിനകത്ത് കൈവിട്ടു പോകാൻ സാധ്യതയുള്ളത് തനിക്കത് കിട്ടത്തില്ല എന്നൊരു തോന്നൽ വന്നാൽ VD സതീശൻ അത് ഏതൊക്കെ തരത്തിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കണ്ടു കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ക്രൂഷ്യൽ സമയത്ത് ചിലർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അത്താഴം മുടക്കാൻ നീർക്കോലിക്കാൻ പറ്റുന്നു പറഞ്ഞാൽ ചില ക്രൂഷ്യൽ സമയങ്ങളിൽ ഇതിനകത്ത് അത്ര പരമപ്രാധാന്യം ആളുകളെ വിജയിച്ചാൽ പോലും അത്താഴം മുടക്കാൻ പറ്റും. 2 ദിവസം ഇവരെ ഉറക്കളപ്പിക്കാതിരിക്കാൻ പറ്റും. അന്നേരം ഇങ്ങനത്തെ പണിയൊക്കെ VD സതീശൻ ചെയ്യുമോ? രമേശ് ചെന്നിത്തല അത്രയും അഗ്രസീവായിട്ട് പോകാൻ അദ്ദേഹം ട്രൈ ചെയ്യും, അദ്ദേഹം ക്ലെയിം ചെയ്യും, മാന്യമായ രീതിയിലെല്ലാം അദ്ദേഹം നടത്തും. പക്ഷേ അതിൻ്റെ ഒരു സീമ ലംഘിച്ച്
പാർട്ടിയെ വളരെയേറെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കൊന്നും രമേശ് ചെന്നിത്തല പോകാൻ സാധ്യതയില്ല. എന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഏത് എക്സ്റ്റെൻറ്റും, കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഒരു സോഷ്യോപാത്ത് സൈക്കിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റോ പാർട്ടിയോ അണികളോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. എൻ്റെ ലക്ഷ്യം, അതിന് തടസ്സം വന്നാൽ ഞാനത് ഏത് എക്സ്റ്റെൻറ്റും പോകും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ചില അപസ്വരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നോക്കുക, കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ പറയാവുന്നത് ബഹുഭൂരിപക്ഷം വിജയിച്ചു വന്ന MLA-മാർ പറയുന്നു KC മതി. മുതിർന്ന നേതാക്കന്മാരും KCയെ തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമില്ല. ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം സ്വീകര്യനും പ്രിയങ്കരനുമാണ്. അന്നേരം ഇപ്രകാരം ഒരു പദവി നൽകി കേരളത്തിലേക്ക് അദ്ദേഹത്തെ അയക്കുന്നതിൽ അവരും ഇതല്ല. പിന്നെ ഏക സാധനം എന്ന് പറഞ്ഞാൽ ഈ PR കൊണ്ടുള്ള ഈ തെറ്റായ പ്രൊപ്പഗണ്ടാസ്. അന്നേരം വി ഡി സതീശനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കുന്നത്, വി ഡി സതീശൻ്റെ ഒരാളുടെ ഭയങ്കര ഒരു എഫേർട്ടിൽ ഭയങ്കര മലമറിച്ചുകൊണ്ട് വിജയമല്ല. കാരണം 10 കൊല്ലത്തെ ആ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകാധിപതിയുടെ വെറുപ്പീരിൽ മനം മടുത്ത ജനങ്ങൾ സമ്മാനിച്ച പിണറായി വിരുദ്ധ തരംഗങ്ങൾ കൊണ്ടായ ഒരു റിസൾട്ടാണ്. കേരള ഘടകത്തിനോ വി ഡി സതീശനോ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇതിനകത്ത് ഇല്ലായിരുന്നു. വി ഡി സതീശൻ ഇതുപോലെ ഒരു വൺ മൻ ഷോ കളിച്ച് ഓടി നടന്ന് ഇതെല്ലാം എൻ്റെയാണ് എന്ന് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, ബഷീറിന്റെ മണ്ണ് നാട്ടില്, അതെ, എട്ടുകാലി മമ്മൂഞ്ഞ്. അന്നേരം ഇതിനകത്തൂടെ വി ഡി സതീശൻ വെറും എട്ടുകാലി മമ്മൂഞ്ഞായി അദ്ദേഹത്തിന്റെ വില കളയുന്ന പണിയാണ്. ഇതിനെ കൂടുതൽ ക്ലെയിം ചെയ്താൽ ഗ്രേസ്ഫുള്ളി ഞാനെല്ലാം ചെയ്തു, ബാക്കിയെല്ലാം വരുന്നത് വരട്ടെ എന്ന രീതിയിൽ അദ്ദേഹം ഗ്രേസ്ഫുള്ളി മാറി നിന്നാൽ അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒത്തിരി പക്വത വന്നു. അതെ, അന്നേരം അതെ. അന്നേരം അതുകൊണ്ട് ആ ഒരു പക്വതയും ആ ഒരു മാന്യതയും കാണിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഒരു അഭിപ്രായ സമന്വയത്തിന് നമ്മുടെ ഒന്നും അഭിപ്രായം കേൾക്കണ്ട. ഇവർക്ക് ഇവരുടേതായ ഒരു മെക്കാനിസം ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ആ മെക്കാനിസം അനുസരിച്ച്, ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു അഭിപ്രായ സമന്വയം വരുത്തി അത് പ്രഖ്യാപിച്ച് അത് അംഗീകരിച്ച് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ഫോം ചെയ്ത് കാര്യങ്ങൾ നന്നായി പോകുന്ന ഒരു അവസരം എനിക്ക് തോന്നുന്നു 10-ാം തീയതിയോടുകൂടി ആയെന്ന് തോന്നുന്നു സത്യപ്രതിജ്ഞ എന്നാണ് ഇതുവരെയുള്ള വാർത്ത. എത്രത്തോളം സ്ഥിരീകരിക്കാമെന്ന് അറിഞ്ഞുകൂടാ. കേൾക്കുന്ന 10-ാം തീയതി അതിന് മുൻപ് നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകാം. അതെ, അതുകൊണ്ട് KCയെ കെട്ടിയിറക്കിയതല്ല. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ അത് അപ്രകാരം ഒരാൾ വരുന്നത് അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിയാണ് ഈ വിജയിച്ച MLA-മാരും ഈ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളും ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നത്. അതിനകത്ത് നമ്മളാരും ഞങ്ങൾ ചെയ്യുന്ന എന്താ, ഒരു ലൗഡ് സ്പീക്കറുടെ പണിയാണ് ഞങ്ങൾ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നു ഇത്തരം തോട്ടുകളെ. അതായത് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ മുഖ്യ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യം അനുസരിച്ച് ചില കാര്യങ്ങളെ അവർ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ഈ പക്ഷമില്ലാത്തവരുടെ പക്ഷം പിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിലാണെങ്കിലും രാഹുൽ ഒറ്റയ്ക്ക് കോർണർ ചെയ്യപ്പെട്ടപ്പോൾ അവിടെ രാഹുലിന് വേണ്ടി നമ്മൾ സംസാരിക്കാനായിട്ട് വന്നു. അതുപോലെ തന്നെ ഓരോ വ്യക്തിത്വങ്ങളും കോർണർ ചെയ്യപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ എന്തെങ്കിലും അവരുടെ ശബ്ദം ഉറച്ച് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ഒരു ബാൻഡ് വിട്ട് വെച്ച് ഞങ്ങൾ അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് പറയുന്നു. അത് ജനസംരക്ഷണം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇനി ഏതായാലും ആ ഉത്തരം കിട്ടി. KC എന്തുകൊണ്ട് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരം സുനിൽ വളരെ വിശദമായി തന്നെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ വശങ്ങൾ വരെ സുനിൽ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നാണ് നമുക്ക്. ഇനി KCക്ക് നമുക്ക് എന്താണ് പറയാനുള്ള എന്തെങ്കിലും KCയുടെ ബൈറ്റ് ഉണ്ടോ? അതെ, KCയുടെ ഭാഗത്തെ പ്രതികരണം നമ്മുടെ ഉണ്ട്. അതിന് എന്താണ് അദ്ദേഹം ഈ ഒരു ബഹളത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു വരാം. തമിഴ്നാട്ടിൽ ഇതിങ്ങനെയല്ലേ മുമ്പും വന്നിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടിൽ മുൻപും ഇങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനവിധിയെ നമ്മൾ മാനിക്കണം എങ്ങനെ വന്നാലും. അല്ല, പാർട്ടി എന്ത് ചെയ്യണമെന്നുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും, ഇന്നും നാളെയൊക്കെ ആയിട്ട്. പാർട്ടിയുടെ മുന്നിൽ എന്താണ് വഴി എന്നുള്ള കാര്യം തീരുമാനിക്കും. ഞങ്ങൾക്കൊരു മുന്നണിയിലാണ് മത്സരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുന്നു. അവരിതുവരെ ഇനിയെങ്കിലും അവർ പാഠം പഠിച്ചാൽ അത് നല്ലത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളുമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ചെയ്തത്.
ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ധിക്കാരപരമായ നടപടികളുമാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ മറുപടിയാണ് ജനം കൊടുത്തത്. നമ്മൾ കണ്ടതാണ്, ഓരോ തെരഞ്ഞെടുപ്പ് ഫലത്തിനും ഓരോ മെസ്സേജ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത ഓരോ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ ആയാലും അമ്പലപ്പുഴയുടെ ആയാലും ഓരോ തെരഞ്ഞെടുപ്പ് ഫലത്തിനും കായംകുളത്തതായാലും എല്ലാം മെസ്സേജുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പോക്ക് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി ആ പോക്ക് തിരുത്താനുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ? അത് ഞാൻ മത്സരിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. ഇത് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മെസ്സേജിങ് എന്താണ്? വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണ്, അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് വന്ന് കണ്ടില്ല. ഇപ്പം പാമനപുരത്ത് സുധീർ ഷായുടെ വിജയം ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞെന്താണ്? സുധീർ ഷായെക്കുറിച്ച് വളരെ മോശമായ കമന്റ്. അയാളെ ജനം ജയിപ്പിച്ച എത്ര വോട്ടിനാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമാണോ അദ്ദേഹത്തെ ജയിപ്പിച്ചത്? അല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ വലിയ പ്രചരണമായിരുന്നു. അവിടെ ജയിപ്പിച്ചത് ആരാ? ക്രൈസ്തവ സഹോദരന്മാരിലെ ഒന്നിച്ചിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മറ്റേത് ഹിന്ദു സഹോദരന്മാരിലെ ഒന്നിച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മലപ്പുറത്തെ തവനൂരിലെ ജോയിയെ നിങ്ങൾ നോക്കുക. തവനൂരിലെ ജോയിയുടെ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരുണ്ട്? പക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ജോയിയെ മലപ്പുറത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു. ഇത് കാണിക്കുന്ന സന്ദേശം എന്താണ്? ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുക. അല്ല, അത് തന്നെയാണല്ലോ അദ്ദേഹം ഇപ്പോഴും LDF വേണ്ടിയിട്ടാണ് പറഞ്ഞത്. LDF ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? ഇന്നലെ വരെ അതാ ഞാൻ കണ്ടത്, മിനിഞ്ഞാന്ന് വരെ. അപ്പൊ LDF ഭാഷ്യമാണിത്, വർഗീയത ഉണ്ടാക്കുക. എന്നിട്ടെങ്കിലും ജയിപ്പിക്കാൻ പറ്റൂ? അതേ ഭാഷ്യം തന്നെയാണ് പറയുന്നത്. ആ ഭാഷ്യത്തെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് ജനങ്ങൾ ഇതിനൊന്നും പിന്നാലെ പോവില്ല. ഏതെങ്കിലും സമയത്ത് ആരുടെയെങ്കിലും വർഗീയ ശ്രമത്തിന് പിന്നാലെ പോകുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് നന്നായിട്ട് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഇതാണ് കാര്യം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഫലം വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തി, ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി മറ്റു അനന്തര നടപടിയിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ കടക്കും. അത്തരം കാര്യങ്ങളിൽ ഒരു പ്രശ്നം അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിന്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ ബാനർ വെക്കുന്നുണ്ടോ, അത് എന്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ടേ കാണാൻ പറ്റും. ഒക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിനെ പോലൊരു പാർട്ടി, പുരാതന പാർട്ടി, എത്രയോ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച പാർട്ടി, അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. ആ രീതിയിൽ മുന്നോട്ട് പോകും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.